Hello my dear students. This is differentiation de 8th class. This class is കഴിഞ്ഞ ക്ലാസ്സിന്റെ continuation ആണ്. കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് ഓഫ് ഡിഫറൻസിയേഷൻ പഠിച്ചു തുടങ്ങിയത്. ഏതായിരുന്നു? ഡിഫറൻസിയേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ആ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ നമ്മൾ മാറ്റിവെച്ചിരുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടിയ കാരണം ഒരു എക്സാമ്പിൾ നമ്മൾ മാറ്റിവെച്ചിരുന്നു. ആ എക്സാമ്പിളാണ് ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ, എന്നാലാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ ഇത് വേറെ ക്ലാസ് ആയിട്ട് എടുക്കണ്ട, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കറക്റ്റ് കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ചെറിയ ക്ലാസ്സാണ്. ഈ എക്സാമ്പിളും ഒരു എക്സാമ്പിളും കൂടെ പഠിച്ചാൽ മതി. പക്ഷെ ഇതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലാണ്. അപ്പം അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തതാണ് y പ്ലസ് സൈൻ y ഈക്വൽ ടു കോസ് എക്സ്. എന്തിൻ്റെ എക്സാമ്പിളായിട്ടാ എടുത്തിട്ടുണ്ടായിരുന്നേ? ഇംപ്ലിസിറ്റ് ഫങ്ഷൻ്റെ. അപ്പം അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദമായിട്ട് പറഞ്ഞതാണ്. എങ്ങനെയാണ് അത് ഇംപ്ലിസിറ്റ് ആവണതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പം നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് പേജ് 167 ചോദ്യം കൂടിയാണ്. എക്സാമ്പിൾ 25. ദ ഫൈൻഡ് dy by dx if y plus sin y equal to cos x. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇംപ്ലിസിറ്റ് ആയാലും എക്സ്പ്ലിസിറ്റ് ആയാലും മെത്തേഡ് സെയിം ആണ്. എന്ത് ചെയ്താൽ മതി? അപ്ലൈയിങ് d by dx on both sides. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ആൻസർ ആയിട്ട് ആദ്യം തന്ന ഫംഗ്ഷനെ തന്നെ ആദ്യം എടുത്ത് എഴുതുക. അപ്പോഴോ y പ്ലസ് സൈൻ y ഈക്വൽ ടു കോസ് എക്സ്. ഇനിയാണ് അപ്ലൈയിങ് എന്താ? d by dxനെ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്താവും? ഈ സൈഡിൽ ഇത് അപ്ലൈ ചെയ്താൽ d by dx ഓഫ് y പ്ലസ് സൈൻ y ഈക്വൽ ടു അപ്പുറത്തോ d by dx ഓഫ് cos x. ഇനി ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? അപ്ലൈ ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. അതും നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അഡീഷൻ ഒക്കെ വരുമ്പോൾ ചെയ്യേണ്ടതാണ് ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പം എന്ത് വരും? d by dx ഓഫ് y പ്ലസ് ഇതിലേക്കും കൊടുത്താൽ d by dx ഓഫ് സൈൻ y ഈക്വൽ ടു. ഇതും നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോർമുല d by dx ഓഫ് cos x എന്താ? മൈനസ് സൈൻ എക്സ്. മൈനസ് ഉണ്ട്, മറക്കരുത്. മൈനസ് സൈൻ എക്സ്. ഇനി ഇത് ഒന്നുമില്ല, എന്താ വരിക? dy by dx പ്ലസ് ഇതെങ്ങനെയാ ചെയ്യാന്നൊക്കെ ലെക്ചർ നമ്പർ 6 പഠിച്ചിട്ടുണ്ട്. ലെക്ചർ 6 ഉണ്ടാവും. ഇതെന്ത് ഫംഗ്ഷനാ? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ട്? അതും ആ ലെക്ചർ 6 താഴെ കിടക്കുന്ന ആള് വേറെ, ഇവിടത്തെ ആള് വേറെ ആണെങ്കിൽ, ഇവിടെ താഴെ ആരാ? എക്സ് ആണ്. ഇവിടെ പക്ഷേ എക്സ് അല്ല, ആരാണ്? വൈ ആണ്. അപ്പം അതാണ് ഇപ്പൊ പറഞ്ഞേ. താഴെ കിടക്കുന്ന ആള് വേറെ, ഇവിടെ വന്ന ആള് വേറെ ആണെങ്കിൽ ഇവരെന്ത് ഫംഗ്ഷൻ ആവും? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആവും. ഇവിടെ താഴെ എക്സും ഇതിൻ്റെ അകത്ത് വൈയും ആയതുകൊണ്ട് താഴത്തെ ആള് വേറെ, ഇവിടത്തെ ആള് വേറെ. അപ്പം അതെന്തായാലും
കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആവും എന്ന് നമ്മൾ ലെക്ചർ 6 പഠിച്ചാണ്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതും ആദ്യം കാണണം, എന്നിട്ട് വേണം ഇതൊക്കെ അറിയാൻ. അപ്പം ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇനി അതിൻ്റെ ഫോർമുല എന്താ? അതും മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഇൻടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ. എന്നിട്ട് ഇൻസൈഡ് ഫംഗ്ഷനെ നമ്മൾ യു എന്നൊക്കെ പേര് കൊടുക്കാറുണ്ട്. അപ്പം ഇവിടെ ഇൻസൈഡ് ഫംഗ്ഷൻ ആണ് വൈ. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ആ പരിചയത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഇവിടുത്തെ ഇൻസൈഡ് ഫംഗ്ഷൻ ആണ് വൈ. ആ വൈനെ നമ്മൾ എന്ത് പേര് വിളിക്കും? യു എന്ന് പേര് വിളിക്കും. അപ്പൊ ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്താവും? സൈൻ യു. ഇവിടുത്തെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ ആണ് സൈൻ യു. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ യു. സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് യു. അതും ഫോർമുലയാണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് യു. അപ്പോഴോ കോസ് യു, ഇവിടെ യു ആണ് വൈ. തീർന്നില്ല. ഇൻടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഇൻസൈഡ് ഫംഗ്ഷൻ ആണ് ദാ വൈ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ശരി, ഇത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇതോ കോസ് വൈ ഇൻറ്റു ഇതെന്താവും? ഡി വൈ ബൈ ഡി എക്സ് ആവും ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇതിൽ നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ടേ? ചോദ്യം നോക്കി കാണാം. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ഇതിൽ നിന്ന് ചെയ്യേണ്ടത് ടേക്ക് ദ കോമൺ ഫാക്ടർ ഔട്ട്സൈഡ്. ഇവിടുത്തെ കോമൺ ഫാക്ടർ ആരാ? ഇവിടെയും ഉണ്ട് ഡി വൈ ബൈ ഡി എക്സ്, ഇതിലും ഉണ്ട് ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഫാക്ടർ ആണ് ഡി വൈ ബൈ ഡി എക്സ്. അതിനെ പുറത്തേക്ക് എടുക്കണം. അപ്പോഴോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് പുറത്തേക്ക് പോയാൽ ഇവിടെ വരിക 1 ആണ് ബാക്കി വരിക. അപ്പൊ ഇവിടെ 1 ആണ് ബാക്കി വരിക. അപ്പൊ ബ്രാക്കറ്റിൽ 1 വരും. പിന്നെ ഈ പ്ലസ് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് പുറത്തേക്ക് പോയാൽ ഇവിടെ ആരാ ബാക്കി വരിക? കോസ് വൈ. 1 പ്ലസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ ഇയാളെ അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അത് ഞാൻ അവിടെ ചെയ്യാം. അപ്പോൾ ഇയാളെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? therefore dy by dx ഈക്വൽ ടു ഇത് അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ ഇതാ മൈനസ് സൈൻ എക്സ് ബൈ ഇത് അപ്പുറത്ത് പോകുമ്പോൾ ബൈ 1 പ്ലസ് കോസ് വൈ. തീർന്നു. ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യമാണ് ഇവിടെ ഓർക്കണ്ടേ. ഇതാണ് ഇവിടുത്തെ മെത്തേഡ്. അപ്ലൈയിങ് ഡി ബൈ ഡി എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്തേക്കാം. അതും ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ 24. നോട്ട്സ് എഴുതണം ട്ടാ. അപ്പൊ നോട്ടിൽ എഴുതണം. ഇത് എഴുതി കഴിഞ്ഞാൽ നോട്ടിൽ എഴുതണം എക്സാമ്പിൾ 24. നമ്മൾ ആദ്യം എക്സാമ്പിൾ 25 ചെയ്യാൻ കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരുന്ന എക്സാമ്പിൾ ആയിരുന്നു ഇത്. അതുകൊണ്ട് ആദ്യം അത് ചെയ്തു എന്നുള്ളൂ. ഇനി നമുക്ക് എക്സാമ്പിൾ 24 ചെയ്യാം. ഞാൻ ചോദ്യം എഴുതാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു പൈ. സിമ്പിളാണ്. ആൻസർ ആദ്യം തന്ന ഫംഗ്ഷൻ എഴുതുക. ഇവിടെയും നമ്മൾ അങ്ങനെയാ ചെയ്തേ. ആദ്യം ആൻസറിൽ ആദ്യം തന്ന ഫംഗ്ഷൻ എഴുതുക. അവിടെയും അങ്ങനെ ചെയ്യുക. അപ്പോഴോ ആരെ എഴുതണ്ടേ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു പൈ.
ഇനി ഇവിടെ പറഞ്ഞ അതേ മെത്തേഡ് ഇംപ്ലിസിറ്റ് ആണോ എക്സ്പ്ലിസിറ്റ് ആണോ എന്ന് നോക്കേണ്ട കാര്യം പോലും ഇല്ല അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. കാരണം ഇംപ്ലിസിറ്റ് ആയാലും എക്സ്പ്ലിസിറ്റ് ആയാലും ഡിഫറൻഷിയേറ്റ് ചെയ്യണ മെത്തേഡ് സെയിം ആണ്. അപ്പൊ ഇവിടെയും എന്ത് തന്നെ ചെയ്താൽ മതി? ഇവിടെ പറഞ്ഞ പോലെ അപ്ലൈയിങ് ഞാൻ എഴുതാം. അപ്ലൈയിങ് d by dx on both sides. അപ്പോഴോ ഈ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ d by dx of x minus y equal to അപ്പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ d by dx of pi. ഇനി ഇവിടെ ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യാം. മൈനസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്, അപ്ലൈ ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ ഇവരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരിക? d by dx of x എന്ന് വരും മൈനസ് d by dx of y ഈക്വൽ ടു പൈ ഒരു നമ്പറാണ്. നമുക്കറിയാം അപ്രോക്സിമേറ്റ്ലി പൈയുടെ വാല്യൂ എത്രയാ? 3.14 അല്ലെങ്കിൽ 22/7. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം പൈ ഈസ് എ നമ്പർ, അതായത് പൈ ഈസ് എ കോൺസ്റ്റന്റ്. ഓൾ നമ്പേഴ്സ് ആർ കോൺസ്റ്റന്റ്സ്. അപ്പൊ d by dx ഓഫ് കോൺസ്റ്റന്റ് വന്നാൽ അതിന്റെ ആൻസർ ആണ് 0 എന്നും മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ശരി, ഇനി d by dx ഓഫ് x അതും മുൻപത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന എത്രയാ? 1 മൈനസ് ഇതെന്താവും? dy by dx ഈക്വൽ ടു 0. ഇനി ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ അവർ ചോദിച്ച പോലെ നമുക്കിതാ ആരെ കിട്ടും? dy by dx കിട്ടും. ഇപ്പൊ ഇത് അപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പൊ ഇതാ 1 ഈക്വൽ ടു dy by dx implies dy by dx equal to 1. പിന്നെ ഇത്രയും പഠിക്ക്. ഇത് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് കണക്കാക്കരുത്. ഇത് ശരിക്ക് ലെക്ചർ നമ്പർ 7ന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ ആദ്യം ലെക്ചർ 7 പഠിച്ചിട്ട് ഈ ലെക്ചർ 8 പഠിക്കണം. അപ്പൊ ഇത്രയും പഠിക്കുക. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ട്ടാ. ഓക്കെ, പഠിച്ചോളൂ. ഓക്കെ, ബൈ.